മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഇരട്ടക്കൊലപാതക കേസിൽ നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 1986 നവംബറിൽ കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തിരുവമ്പാടി പോലീസിന് ലഭിച്ചത്. യുവാവിന്റേത് മുങ്ങി മരണമെന്ന് 39 വർഷം മുൻപത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 4 ദിവസത്തിലധികം പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടെത്താനായില്ല. ശ്വാസകോശത്തിൽ നിന്നും ചെളിയും മണ്ണും കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നതിനാൽ ശരീരത്തിലെ മുറിവുകൾ എപ്പോൾ സംഭവിച്ചതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലഭ്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്നത് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. മരിച്ച യുവാവിനോട് 80% രൂപസാദൃശ്യമുള്ള രേഖാചിത്രം അന്വേഷണ സംഘം പുറത്തിറക്കിയിരുന്നു. രേഖാചിത്രം പുറത്തിറക്കി 48 മണിക്കൂർ പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒന്നും വരാത്തത് മുൻപോട്ടുള്ള അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അന്വേഷണ സംഘം. 39 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവമ്പാടി CI പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ന്യൂസ് മലയാളം, കോഴിക്കോട്.